ലോകത്തെ ആർക്കും അയാളൊരു മോട്ടിവേഷനായിരുന്നു. 2014 അയാളുടെ ചിറകിലേറി അർജന്റീന എത്തിയത് ഫൈനൽ വരെയാണ്. ലോകകപ്പിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ആ ഫൈനലിലെ കിരീടം അയാളിൽ നിന്നും അകന്നു നിന്നു. വേൾഡ് കപ്പിലെ കൂട്ടിക്കുറക്കലുകളെല്ലാം അയാൾക്കൊപ്പമായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഗോളെന്നുറപ്പിച്ച ഷോട്ട് പോസ്റ്റിനെ തൊട്ടുരുമ്മി പുറത്തേക്ക് പോയത്? എല്ലാത്തിനും കാലമൊന്നു കരുതി വെച്ച് കാണില്ലേ? അങ്ങനെയുള്ളതായിരുന്നു 8 വർഷങ്ങൾക്കു ശേഷം അയാൾ ഖത്തറിന്റെ മണ്ണിൽ വിസ്മയിപ്പിച്ചു തീർത്തത്. തോൽവിയിൽ നിന്ന് തുടങ്ങുന്നവന് പിന്നെന്ത് തോൽവി എന്നതായിരുന്നു ലോകകപ്പിലെ ആദ്യ മത്സരത്തിന്റെ അവസ്ഥയും. 3 കിരീടങ്ങൾ കയ്യിൽ നിന്ന് വൈതി പോയത് ഓർക്കുമ്പോൾ ലിയോ മെസ്സിക്ക് സൗദിയോടേറ്റ ഖത്തറിലെ ആദ്യ പരാജയം വലിയ നീറ്റലൊന്നും ഉണ്ടാക്കി കാണില്ല. ഞങ്ങൾ തിരിച്ചു വരുമെന്ന് അയാൾ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുമെന്ന് ആരാധകർക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. 2014 വേൾഡ് കപ്പ് ഫൈനലിലാണ് അയാൾ പരാജയപ്പെട്ടത്. പിന്നെ വന്ന 2 കോപ്പ അമേരിക്ക ഫൈനലിലും ചിലിയോട് പരാജയപ്പെടുകയുണ്ടായി. അവിടെ നിന്ന് അയാൾ ആ ദേശീയ കുപ്പായം എന്നേക്കുമായി അഴിച്ചു വെച്ചതായിരുന്നു. പക്ഷേ അവിടെ നിന്നായിരുന്നു അയാളുടെ ഉയർന്നെഴുന്നേൽപ്പും. മെക്സിക്കോക്കെതിരെ കണ്ട ഉയർന്നെഴുന്നേൽപ്പും മെസ്സിയുടെ തിരിച്ചുവരവും ആരാധകർ ഒരുപോലെയാണ് ആഘോഷിച്ചത്. തോറ്റുപോയവർക്ക് വിജയിക്കാനുള്ളൊരു പാഠമാണ് മെസ്സിയുടെ ജീവിതകഥ. ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പിന്റെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യുവാക്കളോടുള്ള എൻ്റെ ഉപദേശം എപ്പോഴും മെസ്സിയെ അനുകരിക്കാനാണ്. നിങ്ങൾ നിങ്ങളുടെ സഹതാരങ്ങൾക്കും ടീമിനും വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ദൈവം പ്രതിഫലമായി നിങ്ങൾക്ക് നൽകും. ഇതാണ് ലിയോ മെസ്സിയുടെ കരിയറിൽ സംഭവിച്ചത്. നിങ്ങൾ തോൽക്കാതെ നിരന്തരം പോരാടുക. നന്ദി ലിയോ. ഭാവി തലമുറക്ക് പറഞ്ഞു നടക്കാനും പാടി നടക്കാനും ഒരു മികച്ച ജീവിതകഥ തന്നെ നിങ്ങൾ സൃഷ്ടിച്ചതിന് ലവ് യു മെസ്സി. സോ ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.